ഇനി പായസം വെക്കുന്നത് എൻ്റെ ജോലിയാണ്, എൻ്റെ ജോലി. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം മോളെ. ഹാപ്പി ഓണം. ഹലോ, അപ്പം ഹാപ്പി ഓണം. ഇത്ര സന്തോഷം എന്താ ചോദിച്ചാ? അങ്ങനൊന്നല്ല, എന്നും സന്തോഷം. എന്നാലും ഇന്ന് പുതിയ ഉടുപ്പൊക്കെ ഇടാം. ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് അത്തപ്പം ഇടുന്നു, അപ്പൊ അതിൻ്റെ ഒരു ചെറിയൊരു സന്തോഷം എനിക്കുണ്ട്. നമുക്ക് കുളിച്ച് റെഡി ആയിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഔട്ട്ഫിറ്റ് എന്നല്ല, ഓണക്കോടി. ഉടുപ്പ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പാൻ്റ് ഉണ്ട്, അല്ലാത്ത ഉടുപ്പ് മാത്രമേ ഉള്ളൂ എൻ്റെ ഓണക്കോടിയായിട്ട്. നമുക്ക് പൂക്കളം ഇടാൻ ടാസ്ക്കാണ്. വീട്ടിൽ നിന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ എടുക്കണം, കാരണം വട്ടം വരയ്ക്കണം എനിക്ക്, വട്ടം. ഓക്കെ ഓക്കെ ഓക്കെ. പൂക്കളം ഇടാനുള്ള പൂവുകളെല്ലാം ഞാൻ ഇന്നലെ സെറ്റാക്കി. ഇത് വാടാമല്ലി, ഇത് ഇവിടെ അയ്യത്ത് നിന്ന് ഏതോ ഒരു പൂ, എനിക്കറിയത്തില്ല. ഇത് ജമന്തി, ഇത് രണ്ടും ജമന്തി. ഇത് നമ്മുടെ പാലപ്പൂവും പിന്നെ വേറെ ഒരു പൂവുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തെറ്റിപ്പൂ. അപ്പം ഓക്കെ. ഇവിടെയാണ് നമ്മൾ അത്തപ്പൂ ഇടാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അത്തപ്പൂ ഇടാം. ദൈവമേ, ഇടിച്ചു. ജനലൊക്കെ അങ്ങ് അടച്ചേ. പണ്ട് പുരാതന കാലങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. തെറ്റിപ്പോയി.
അപ്പം നമുക്ക് നമ്മുടെ പൂക്കളെല്ലാം സെറ്റ്. ഇനി നമുക്ക് പൂടാം. അപ്പം നമ്മൾ ഞാൻ വൈറ്റ് ആണ് സെന്ററിൽ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വൈറ്റ് വെള്ളം നടുക്ക് വെക്കുന്നത്. എന്റെ പൂവിന്റെ ഇതളുകളൊന്നും വലിയ ശരിയായിട്ടൊന്നും അല്ല, എന്നാലും നോക്കാം. വിളക്കൊക്കെ കത്തിച്ച് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു അത്തപ്പൂ ഇടുക. അതിൻ്റെതായ കുറവുകൾ അതിനകത്തുണ്ട്, എന്നാലും നല്ലൊരു തിരുവോണമായിട്ട് നമ്മൾ ചെയ്യുന്നല്ല, എൻ്റെ ഒരു ആഗ്രഹമാണ്. ആദ്യമായിട്ട് അത്തപ്പൂ ഇടണം. ഞാൻ പണ്ടങ്ങനെ അത്തപ്പൂ അങ്ങനെയൊന്നും ഇടത്തൊന്നുമില്ലായിരുന്നു, പൂവൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ ഇത് എനിക്കിഷ്ടപ്പെട്ടു. വിളക്കിനകത്ത് എണ്ണയൊക്കെ ഉണ്ട്. എല്ലാം വെച്ചോ? ഇനി എന്തൊക്കെയുണ്ട് വെക്കാൻ? ഓക്കെ, ഇങ്ങോട്ട് നോക്കിയേ. തോരൻ, പച്ചടി, അതെന്താ, പരിപ്പ്, പച്ചമോര് എല്ലാം ഉണ്ടല്ലേ. ഓ, രാവിലെ എല്ലാം വെച്ചു. പപ്പടം എന്തോ അങ്ങനെ വെച്ചേക്കുന്നേ? ഓക്കേ. നമുക്ക് പായസം വെക്കാം. ഓക്കെ, പായസം. ഇത്രയും കാര്യങ്ങളൊക്കെ അമ്മ വെച്ചതാണ്, ഞാൻ മാത്രമേ ഉള്ളൂ പായസം വെക്കുന്നത്. പായസത്തിന്റെ ആളാണ് ഞാൻ. നമുക്ക് സേമിയയുണ്ട്, അല്ലാത്ത സ്റ്റിക്കും വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഈ സേമിയക്കകത്ത് ഫുള്ളും മധുര, പഞ്ചസാര പൊടിച്ചിട്ടിരിക്കുക. പഞ്ചസാര മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും അതിനകത്തില്ല. സേമിയ കുറവായിരിക്കും. പിന്നെ ഞാൻ സെപ്പറേറ്റ് കുറച്ച് ചൗവരിയും കൂടെ വെച്ചിട്ടുണ്ട്. ചൗവരി വേവിച്ച്, ഇതിനകത്ത് ചൗവരി ഉണ്ട്. ഇതുണ്ടോ, ഇത് മൊത്തവും പഞ്ചസാര കുറച്ച് ഇത്രയും ഭാഗം കാണത്തുള്ളൂ ഇതിനകത്ത് നല്ലത്. ബാക്കിയെല്ലാം പഞ്ചസാര. വെറുതെ എന്തിനാ. നമ്മള് പാല് തിളപ്പിച്ച് ചൗവരി വേവിക്കുക. രണ്ടില്ലാത്ത വെച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞത് പാക്കാതെ വന്നിട്ടില്ലേ സേമിയൊക്കെ തെറിച്ച് അവിയലിനകത്തൊക്കെ സേമിയൊക്കെ പൊടിക്കുമ്പോ തെറിച്ച് അവിയലിൽ പോകുന്നത്. അതൊക്കെ എടുത്ത് മാറ്റി വെക്കമ്മേ. അത് ആ ടേബിളിന്റെ മണ്ടയിലോട്ട് കൊണ്ടുവെക്കോ? വേറെ പാത്രത്തിനോട്ട് സെർവ് ചെയ്യണം. വേറൊരു പാത്രത്തിലോട്ട് അതെടുത്ത് മാറ്റ്. ഒന്നുമില്ല, ചൗവരിയായി. ഇതുപോലെ ഒഴുക്കി വന്നോ പായസത്തിനകത്ത് ആ ചൗവരി? എനിക്കറിയത്തില്ല. വെള്ളം കൂടി പച്ചടി സെർവ് ചെയ്തില്ല.
പാക്കാതെ സേമിയ 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 രണ്ടെണ്ണം ഉണ്ട്. ഇന്ന് സ്റ്റിക്കും ഉണ്ട്, ഇന്നല്ലാത്ത റോസ്റ്റ് ചെയ്തതുണ്ട്. ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചാണ്. ഏലക്ക പൊടിച്ചില്ല. ഏലക്ക 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 ഏലക്ക. പഞ്ചസാര പൊടിച്ച് പല കാര്യങ്ങളിലും ചേർക്കുന്ന ഞാൻ പല പല വീഡിയോസിൽ ഞാൻ കണ്ടു. അപ്പൊ എനിക്കൊരാഗ്രഹം, പായസം ഉണ്ടാക്കുമ്പോ എന്തായാലും പഞ്ചസാര പൊടിച്ച് ചേർത്ത് എങ്ങനെ ഇരിക്കുമെന്ന്. സാധാരണ പഞ്ചസാര അല്ലാതാണ് ഞാൻ പായസത്തിനകത്തൊക്കെ ചേർക്കുന്നത്. അപ്പൊ എന്തോ പഞ്ചസാര എടുത്തപ്പോ പായസത്തിൽ പൊടിച്ച് ചേർക്കണമെന്ന് എനിക്ക് തോന്നി. ഇപ്പൊ വോയിസ് റെക്കോർഡ് വെച്ചാൽ എന്റെ മൈക്ക് പണി തന്നു. ഞാൻ മൈക്കൊക്കെ യൂസ് ചെയ്തായിരുന്നു ഞാൻ അത് വീഡിയോ ചെയ്തോണ്ടിരുന്നത്. പക്ഷെ മൈക്ക് കണക്ട് ആക്കാൻ ഞാൻ വിട്ടുപോയി. ഇപ്പം സേമിയ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് റോസ്റ്റഡ് ഉണ്ടായിരുന്നു, ഒന്ന് അല്ലാത്ത റോസ്റ്റ് ചെയ്യാത്ത. അപ്പൊ ഞാൻ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ആ പായസത്തിനകത്തോട്ട് ഞാൻ അത് ചേർത്തിട്ട് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. മറ്റേ പഞ്ചസാര പൗഡറും കൂടെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഏലക്കയും ചൗവരി നേരത്തെ തിളപ്പിച്ച് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ ആഡ് ചെയ്ത് നല്ല രീതിക്ക് ഞാൻ ഇന്ന് നല്ല രീതിയിൽ പാട്ടൊക്കെ പാടിയാണ് ഞാനത് ചെയ്യുന്നത്. അങ്ങനെ അത് എല്ലാവർക്കും ഓണമൊക്കെ നല്ല ഭംഗിയായിരിക്കുന്നത് വിശ്വസിക്കുന്നു. എനിക്കറിയില്ല, പലർക്കും പല സാഹചര്യങ്ങളല്ലേ. അപ്പൊ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി കുറുകിയിട്ടുണ്ട്. അത് കുറച്ച് കഴിഞ്ഞ് കുറച്ച് പാലും കൂടെ ഒഴിച്ച് അത് നമുക്ക് സെറ്റാക്കി എടുക്കാം. അങ്ങനെ നമ്മള് സദ്യ കഴിക്കുകയാണ്. കുറച്ച് പായസം ഇവിടെ ഇരിപ്പുണ്ട്. അത് ഞാൻ ആദ്യമേ എടുത്താൽ കഴിച്ചു. പായസം ഇതിനകത്ത് ഒഴിച്ചപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അങ്ങ് കുറുകിയായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് അങ്ങ് കുറുകിയായിരുന്നു. ഭയങ്കര പേസ്റ്റ് പരുവത്തിലായിരുന്നു പായസം. ഇനി കുറച്ചുകൂടെ പാലൊഴിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് ചെയ്യണം. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവിടെയൊക്കെ ഉപ്പ് നോക്കാതാണ് കറികളെല്ലാം വെക്കുന്നത്. ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണ് കഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല.